തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇത്. തിരുവോണ ദിവസം തന്നെയാണ് ആഘോഷത്തിമിർപ്പുകൾ മുഴുവനെങ്കിലും ഉത്രാടം അല്ലെങ്കിൽ നമ്മുടെ ഒന്നാം ഓണത്തിൻ്റെ ആവേശം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഉത്രാട വിളക്കുകൾ എല്ലാ വർഷവും കത്തിക്കാറുണ്ട്. അത് അന്ന് വൈകിട്ടും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ കത്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിച്ചുമോളും ലച്ചുമോളും ഒക്കെ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ വീഡിയോയിൽ ലച്ചുമോളെ കാണുന്നില്ല. ചിച്ചുമോൾ ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനലിൻ്റെ പേര് ഹാപ്പി ടൈംസ് എന്നാണ്. നമ്മുടെ ഒരു പുതിയ ചാനലാണ്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും അധികം വീഡിയോയും ഇട്ടിട്ടില്ല. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. ഉത്രാട ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, തിരുവോണത്തെ വരവേൽക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു വെക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും ഒരുപാട് തിരക്കിലും ജോലി തിരക്കിലും ഒരുപാട് ബിസി ആകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ വർഷത്തെ തിരുവോണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 2 ബർത്ത്ഡേ അന്ന് ആഘോഷിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ചിച്ചുമോടെയാണ്, ഒന്ന് എൻ്റെ അണ്ണൻ്റെയാണ്. അപ്പോൾ അണ്ണന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ തിരുവോണ ദിവസം വന്നെത്തി. അപ്പോൾ ആദ്യമായിട്ട് അത്തപ്പൂക്കളം ഇടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ച് പൂവൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൂവ് പോരാഞ്ഞ് ഇലയൊക്കെ അരിയുന്നുണ്ട്. കുറച്ച് പൂവൊക്കെ നമുക്ക് നമ്മുടെ മുറ്റത്തിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അമ്മച്ചിയും ലച്ചുമോളും വിനോദട്ടനും ഒക്കെ പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡിസൈനിൽ, അതായത് വലിയ ഡിസൈനൊന്നുമില്ല, ചെറിയൊരു ഡിസൈനിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അത്തപ്പൂക്കളം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുക്കളയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. അപ്പം നമ്മുടെ പൊന്നൂട്ടിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയെങ്കിൽ അവന് നിൽക്കുന്നില്ല, അവനതുവഴി നടപ്പാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും വൈഫും കുഞ്ഞും, അതുപോലെ തന്നെ അച്ചാച്ചനും അമ്മച്ചിയും വെല്ലുമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ അമ്മയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ഇവിടുത്തെ അച്ചാച്ചന് അത്രയും ഇങ്ങനെ ചമ്രം പടഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടലുണ്ട്. അതുകൊണ്ടാണ് അച്ചാച്ചൻ അപ്പുറത്ത് ടീപ്പോയിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഊണൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. ഇനി ചേച്ചി വരാനുണ്ട്. ചേച്ചി അവിടുത്തെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങ് വരും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് മുറിയുണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞു, എല്ലാവരും എത്തിയിട്ടുണ്ട്. സുൽത്താൻ്റെ കേക്കാണത്, മറ്റേത് ലച്ചിച്ചുമോടെ കേക്കും. അപ്പോൾ ഇനി നമുക്ക് കേക്ക് മുറിക്കുകയാണ്. അത്തൂനും അനിയനും മക്കളും, അതുപോലെ തന്നെ നമ്മുടെ അച്ചാച്ചൻ്റെ അനിയന്മാരും അവരുടെ മക്കളും എല്ലാവരും തന്നെ ഉണ്ട്. അപ്പം നമ്മൾ സുജിത്തണ്ണൻ്റെ കേക്ക് ഞാനിതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതുവരെ അണ്ണന് അങ്ങനെ ഒരു കേക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചിച്ചുമോടെ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സർപ്രൈസ് പൊട്ടിക്കാം. അപ്പോൾ കേക്ക് മുറിക്കൊക്കെ കഴിയുമ്പോൾ തന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കണം.
എല്ലാവരും ഈ പറയുന്ന ഓണസദ്യ കഴിച്ച് മടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് എല്ലാവരും കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് വൈകിട്ടിന് കപ്പയും ഇറച്ചിയുമാണ്. ഓണത്തിന് ഇറച്ചിയൊന്നും ആരും മേടിക്ക് പതിവില്ല, എങ്കിലും നമ്മൾ ഈ ഓണത്തിന് കപ്പയും ഇറച്ചിയുമാണ്. ചിക്കനൊക്കെ വേവാൻ ഇട്ടിരിക്കുന്നു. മാമിൻ്റെ പണിയിലാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണം എല്ലാവരും കൂടി ചേർന്നപ്പോൾ അതിഗംഭീരമായിട്ടും സന്തോഷകരമായിട്ടും കഴിഞ്ഞുപോയി. അപ്പോൾ ഇനി ഒരു ഡാൻസോട് കൂടി നമ്മുടെ ഓണം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കാണുന്ന എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ ഓക്കെ.